ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അതായത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ 4 ബക്കറ്റിൽ നമ്മൾ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 എണ്ണം ഡിസബിലിറ്റി ഉള്ളതാണ്. പിന്നെ 2 എണ്ണം അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. ഏകദേശം 9 ഇഞ്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ അവരെ നമ്മൾ മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്, കുറച്ച് വലിയ സ്പേസിലേക്ക്. അപ്പോൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് ഒരെണ്ണത്തിനെ നമ്മൾ മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരെണ്ണത്തിന് നമ്മുടെ ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷിൻ്റെ ടാങ്കിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ടാങ്ക് നമ്മളതിനകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ടിട്ടുണ്ട്, പക്ഷേ മീനിനെ ഇട്ടിട്ടില്ല. അതിലേക്കാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ ആഡ് ചെയ്യാനായിട്ട് പോണത്. ഈ കാണുന്ന ബക്കറ്റുകളിലെല്ലാം ജയൻറ്റ് ഗൗരാമികളാണ്. ഏറ്റവും അറ്റത്ത് കാണുന്ന ബക്കറ്റിൽ ആൽബിനോ ജയൻറ്റ് ഗൗരാമിയാണ്. ബാക്കി എല്ലാത്തിലും ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളാണ്. ഇതിൽ 2 ബക്കറ്റിൽ കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ള 2 എണ്ണമാണ്. അതായത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അവർക്ക് നീന്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൈസ് കുറച്ച് കുറവാണ്. 2 ബക്കറ്റിൽ കിടക്കുന്നത് അങ്ങനത്തെ 2 എണ്ണമാണ്. പിന്നെ 2 എണ്ണം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്ക്. ഇതിനകത്ത് നമ്മുടെ ഓസ്കാറുകളൊക്കെ കിടക്കുന്നുണ്ട്, സക്കർ കാറ്റ് ഫിഷുകൾ, പിന്നെ നമ്മുടെ ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമി. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ, ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്ന ബ്ലാക്ക് വിഡോ ടെട്രകൾ, വൈറ്റ് വിഡോ, അതുപോലെ ഗ്ലോ ടെട്രകൾ, പിന്നെ കുറച്ച് ടൈഗർ ബാർബുകൾ, ഇവരെല്ലാവരെയും ആദ്യം നമുക്ക് പിടിച്ച് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ജയൻറ്റ് ഗൗരാമിയെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലാണ് നമ്മൾ നമ്മുടെ ജയൻറ്റ് ഗൗരാമിയെ പിടിച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് പോണത്. ഇതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ 360 ഡിഗ്രി നമുക്ക് കാണാനായിട്ട് പറ്റും. 2 ജയൻറ്റ് ഗൗരാമികളെയും നമ്മൾ ഇതിലിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പണി തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം നല്ല രീതിയിൽ ഗ്രീൻ കളറായിട്ടുണ്ട്. നല്ല രീതിയിൽ ആൽഗെ അടിച്ച് കിടക്കുന്ന വെള്ളമാണ്. നന്നായിട്ട് കണ്ടീഷനും ആയിട്ടുണ്ട്. ഇതിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ 3 സെപ്പറേറ്റ് ടബുകളിലായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് വിഡോ, വൈറ്റ് വിഡോ, അതുപോലെ ടൈഗർ ബാർബുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് ആ ടബുകൾ ഒഴിക്കേണ്ടി വന്നു. അപ്പോൾ ആ ടബുകളിലുള്ള എല്ലാത്തിനെയും കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇടുകയാണ് ചെയ്യുന്നത്. ചെറിയ ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് ഓവർ ക്രൗഡഡ് ആയി. പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാണ് ഇതിലേക്ക് എയറേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എയറേഷൻ കൊടുക്കാതെ ഒരാഴ്ച വെച്ചപ്പോൾ തന്നെ ഇതിനകത്ത് 3-4 ബ്ലാക്ക് വിഡോകൾ ചത്തു. പിന്നെ എയറേഷൻ കൊടുത്ത് തുടങ്ങിയ നെക്സ്റ്റ് വീക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 ടൈഗർ ബാർബുകൾ ചത്തുപോയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ടൈഗർ ബാർബുകളായിരുന്നു. ഇതിലുള്ള മീനുകളെല്ലാം നമ്മൾ ഈ കാണുന്ന വിഡോ ടെട്രകളും ടൈഗർ ബാർബുകളും എല്ലാം നമ്മൾ ഏകദേശം 1.5 വർഷം 2 വർഷത്തോളം നമ്മൾ വളർത്തിയതാണ്. പിന്നെ നമുക്ക് ആ ടബ്ബ് ഒഴിക്കേണ്ടി വന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടിട്ടത്. ഇതിനകത്ത് കൊണ്ടിട്ടപ്പോഴാണ് കുറച്ച് ട്രാജഡി സംഭവിച്ചത്. ടൈഗർ ബാർബുകൾ നല്ല സൈസുള്ളതായിരുന്നു. ഏകദേശം 8 എണ്ണം ഇതിനകത്തുണ്ടായിരുന്നു. 5 എണ്ണം ചത്തുപോയിട്ടുണ്ട്. ബാക്കി 3 എണ്ണമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മുടെ വൈറ്റ് വിഡോകൾ എനിക്ക് തോന്നുന്നു ചത്തുപോയിട്ടില്ല. പിന്നെ ബ്ലാക്ക് വിഡോകൾ ഒരു 3-4 എണ്ണം ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലെ വെള്ളമൊക്കെ വറ്റിച്ച് ഇതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട് നമ്മളെ എല്ലാ മീനുകളെ ഇന്ന് കിട്ടിയ എല്ലാത്തിനും. ഇതിനകത്ത് ബ്ലാക്ക് വിഡോകളുണ്ട്, വൈറ്റ് വിഡോകളുണ്ട്, പിന്നെ നമ്മുടെ ഓറഞ്ച്, പിങ്ക്, ആ കളറുകളുണ്ട്, പിന്നെ നമ്മുടെ ടൈഗർ ബാർബുകൾ. ഇത് കാണുമ്പോൾ ഈ ക്യാമറ ആംഗിളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ സൈസ് ഇല്ലാത്തതുപോലെ തോന്നും. പക്ഷെ നല്ല സൈസ് ഉള്ളതാണ് ചിലതൊക്കെ. ഈ ടൈഗർ ബാർബുകൾ നല്ല സൈസ് ഉള്ളതാണ്. ക്യാമറ ആംഗിൾ തീരെ ചെറുതുപോലെ തോന്നും. അതുപോലെ വിഡോ ടെട്രകളിൽ ചിലതൊക്കെ നല്ല സൈസും വയറൊക്കെ നല്ല രീതിയിൽ വീർത്താണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എഗ് ഇയറൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ മുമ്പ് ഇവരെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റണമെന്ന് വിചാരിച്ചതാണ്. അന്ന് പിന്നെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ മാറ്റാതിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മുടെ ബ്ലൂ ഗൗരാമി, ഗോൾഡൻ ഗൗരാമിയൊക്കെ നാച്ചുറലായിട്ട് ബ്രീഡ് ആവാറുണ്ടായിരുന്നു. അങ്ങനെ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് വിഡോകളും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ വിഡോ ടെട്രകളും ടൈഗർ ബാർബുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് തീരെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൽ ഓൾറെഡി ഓസ്കാറുകളുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ജയൻറ്റ് ഗൗരാമികളുണ്ട്. എങ്കിലും നമ്മുടെ ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമിയൊക്കെ ബ്രീഡ് ആവുകയാണെങ്കിൽ കുറച്ച് മീനുകളൊക്കെ സർവൈവ് ചെയ്യും. ഈ ഗൗരാമികൾ ഓസ്കാറുകളൊന്നും അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നില്ല വല്ലാതെ. നമ്മുടെ ഓസ്കാറുകളൊന്നും അങ്ങനെ മറ്റു മീനുകൾ അറ്റാക്ക് ചെയ്യാറില്ല. കാരണം പണ്ട് മുതൽ നമ്മൾ പെല്ലറ്റ് കൊടുത്താണ് അവരെ ശീലിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതുവരെ നമ്മൾ അവർക്ക് ലൈവ് ഫുഡ്, ലൈവായിട്ട് പ്ലാറ്റി, ഗോൾഡ് ഫിഷ് അങ്ങനെയൊന്നും കൊടുത്ത് നമ്മൾ ഇതുവരെ ശീലിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ വിഡോ ടെട്രകളെ അതുപോലെ തന്നെ ടൈഗർ ബാർബുകളൊക്കെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ നാച്ചുറൽ ബ്രീഡിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇവരെ അതിലേക്ക് ഇറക്കി വിടാതിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു, അതിൽ ഓൾറെഡി ഇപ്പോൾ മീനുകളൊക്കെ അത്യാവശ്യം വലുതായി. അതിലുള്ള ജയൻറ്റ് ഗൗരാമികളും ഓസ്കാറുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അതിനകത്ത് ബ്രീഡ് ചെയ്ത് ഗൗരാമിയുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയാലും അവർക്ക് സ്ട്രെസ്സ് വന്നിട്ട് വലിയ മീനുകളുടെ ഇടയിൽ ഈ ചെറിയ മീനുകൾ തീരെ സർവൈവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചത് ഇവരെ ഇറക്കി വിടാമെന്ന്. അതും മാത്രമല്ല, നമുക്ക് നമ്മുടെ ജയൻറ്റ് ഗൗരാമീനെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനും കൂടി വലിയൊരു സ്പേസിലേക്ക് മാറ്റണം എന്നുള്ള അർജൻറ്റായിട്ട് മാറ്റണം എന്നുള്ള ഒരു റിക്വയർമെൻറ്റും വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ടൈഗർ ബാർബുകളെയൊക്കെ മാറ്റാതിരുന്നതിൻ്റെ കാര്യം ടൈഗർ ബാർബുകൾക്ക് മറ്റ് മീനുകളെ കൊത്തുന്ന സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകൾ, അതായത് ഗൗരാമികൾ അല്ലെങ്കിൽ ഏഞ്ചൽ ഫിഷുകൾ പോലുള്ള മീനുകളെയൊക്കെ അതായത് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും സെൻസർ, നമ്മുടെ ഈ ഗൗരാമികളുടെ വയറിൻ്റെ അടിഭാഗത്ത് കാണുന്ന നൂല് പോലെ ഇരിക്കുന്ന ആ ഒരു സെൻസറുകൾ, അതായത് ഇലോങ്ങേറ്റഡ് പെൽവിക് ഫിൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽ ഫിഷിൻ്റെയൊക്കെ അങ്ങനെ നീണ്ടിരിക്കുന്ന ഫിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊമ്പ് പോലെ ഇരിക്കുന്ന സംഭവത്തിലൊക്കെ ഇവർക്ക് പോയി നിപ്പ് ചെയ്യുന്ന സ്വഭാവമുണ്ട്, അതായത് കടിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കൂട്ടം കൂട്ടമായിട്ട് നടക്കുന്നത്, അതായത് ടൈഗർ ബാർ മുമ്പ് നമ്മുടെ 8 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവരൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഗൗരാമികൾക്കൊക്കെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുറേ ഡിലേ ആയത്. ഇപ്പോൾ പിന്നെ ബാക്കി 5 എണ്ണം ചത്തുപോയി, പിന്നെ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ 3 എണ്ണം കുറയും തോറും ഇവരുടെ കോൺഫിഡൻസ് കുറയും, അറ്റാക്ക് ചെയ്യുന്നത് കുറയും. എണ്ണം കൂടുമ്പോഴാണ് ഈ ടൈഗർ ബാർബുകളൊക്കെ ഗ്രൂപ്പായി പോയിട്ട് നിപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്ക്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ അവരെയൊക്കെ ഇറക്കി വിടാനായിട്ട് പോണത്. ഇത് ഫുള്ളായിട്ട് ആൽഗ അടിച്ച് എടുക്കുകയാണ്. ആ ഫ്ലോട്ട് ചെയ്യിച്ചിട്ടിരിക്കുന്നത് ജസ്റ്റ് ലിഡുകളാണ്. ഈ മീനുകൾക്ക് ജസ്റ്റ് ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിട്ടുള്ളതാണ്. നല്ല പച്ച കളറിലാണ് വെള്ളം കിടക്കുന്നത്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മീനുകൾ ഫുഡ് വളരെ കുറവാണ് കഴിക്കുന്നത്. കുറച്ച് പെല്ലറ്റൊക്കെ നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്നത് കാണാം. അത് അവർ കഴിക്കാതെ ബാക്കിയിട്ടിരിക്കുന്നതാണ്. അത് കുഴപ്പമില്ല, അത് താഴ്ന്നു പോയാലും ഇതിനകത്ത് സക്കർ കാറ്റ് ഫിഷുകളുണ്ട്. ഏകദേശം ഒരു 6 എണ്ണം കാണും. ചിലതിനൊക്കെ അത്യാവശ്യം 2 എണ്ണത്തിനൊക്കെ ഏകദേശം 1 ഫീറ്റ് സൈസ് ആവാറായിട്ടുണ്ട്. അവരെ മുകളിലൊന്നും കാണാറില്ല, ചില സമയങ്ങളിൽ മുകളിൽ വന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ ഉള്ള മീനുകൾ എന്ന് പറയുന്നത് ഓസ്കാറുകളാണ്. ഏകദേശം 5 ഓസ്കാറുകളുണ്ട് അത്യാവശ്യം സൈസ് ഉള്ളത്. പിന്നെ 3 ജയൻറ്റ് ഗൗരാമികളുണ്ട്. പിന്നെ 6ഓളം സക്കർ കാറ്റ് ഫിഷുകളുണ്ട്. പിന്നെ ഒരു 10 എണ്ണത്തോളം കാണും മിക്സായിട്ട് ഗോൾഡൻ ഗൗരാമികളും ബ്ലൂ ഗൗരാമികളും. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് നമ്മളിപ്പോൾ ഇവരെ ഇറക്കി വിടുന്നത്. സാധാരണ ഞാൻ മോർണിംഗ് ടൈമിലാണ് ഇറക്കി വിടാറുള്ളത്. രാത്രി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം രാത്രി സമയത്ത് ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ശരിക്കും പറ്റില്ല, ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. ആ സമയത്ത് ചിലപ്പോൾ സ്ട്രെസ്സ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡേ ടൈമിലാണ് ഇറക്കി വിടാറുള്ളത്. ഡേ ടൈമിലാകുമ്പോൾ വെളിച്ചം ഉള്ളതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്ട്രെസ്സ് ഏതെങ്കിലും മീനുകൾക്ക് ഒരെണ്ണം ചെരിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു വൈറ്റ് വിടവിട്ടിട്ട് അങ്ങനെ ചെരിഞ്ഞ് നീന്തുന്നുണ്ട്. അത് ചില സമയങ്ങളിൽ അങ്ങനെയാണ്, അത് പിന്നെ ശരിയാവാറുണ്ട്. ഈ ഒരു ടാങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്ക് നീന്തി നടക്കാനായിട്ട് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ടൈഗർ ബാർബുകൾക്ക്. ടൈഗർ ബാർബുകൾ നല്ല രീതിയിൽ ഗ്രൂപ്പായിട്ട് നീന്തി നടക്കുന്ന മീനുകളാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഈ ഒരു ടൈപ്പ് ആംബിയൻസ് എന്ന് പറയുന്നത് അവരുടെ ഫേവറേറ്റ് ആണ്. ഈവൻ നമ്മുടെ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ആ ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ പച്ച നിറത്തിൽ ആൽഗ അടിച്ച് കിടക്കുകയായിരുന്നു. അതിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ആ ഒരു തുടക്കത്തിലാണ് ഇഷ്യൂ വന്നത്. അത് കഴിഞ്ഞ് വെള്ളം ഇതുപോലെ കണ്ടീഷനായി കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, ഒരു മീൻ പോലും ചത്തുപോയിട്ടില്ല. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക സ്പേസാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് പുതിയ സ്പേസ് ആയതുകൊണ്ട് ഇതിനകത്ത് മറ്റ് വലിയ മീനുകൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ്സ് വരികയാണെങ്കിൽ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരാനായിട്ട് സാധ്യതയുള്ളത്. ഈ ടാങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ 50% വാട്ടർ ചേഞ്ച്, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് ക്ലീനിങ്, ഇങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഏകദേശം 3 വർഷമായി. 3 വർഷം കൃത്യമായിട്ടില്ല, ഈ വരുന്ന മെയ്യിൽ നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് 3 വർഷം തികയാണ്. ഇതുവരെ നമ്മളൊരു വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. മഴക്കാലത്ത് ഇതിനകത്ത് വെള്ളം നിറയും, ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി റീസൈക്ലിംഗ് നടക്കുകയാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ വെള്ളം വറ്റി പോകാറുണ്ട് കുറച്ച്. അപ്പോൾ നമ്മൾ ആ വറ്റിപ്പോയ അത്രയും വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് അടിച്ച് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത്രമാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. ഫുൾ ടൈം എയറേഷൻ കൊടുക്കുന്നില്ല, രാത്രി മാത്രമാണ് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജയൻറ്റ് ഗൗരാമിയെ പിടിച്ച് ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ കുറേ നാൾ നമുക്ക് അത്യാവശ്യം കുറച്ച് അധികം നാൾ തന്നെ ആ ഒരു ഗൗരാമിയെ ഇതിനകത്തിട്ട് വളർത്താനായിട്ട് പറ്റും. നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഗൗരാമിയെ ഇതിലേക്കാണ് നമ്മൾ പിടിച്ചിടാനായിട്ട് പോണത്. ഈ കാണുന്ന രണ്ടാമത്തെ ഡബിലാണ് നമ്മുടെ ഒരു വലിയ ജയൻറ്റ് ഗൗരാമി, ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി കിടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആദ്യം പിടിക്കാനായിട്ട് പോണത്. നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു, 1 മാസം മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഏജ് നമ്മൾ വാങ്ങിയിട്ട് 6 മാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ബക്കറ്റിൽ കിടക്കുന്ന ജയൻറ്റ് ഗൗരാമി. ഈ ഒരു ഗൗരാമിക്കാണ് എനിക്ക് ഏറ്റവും നല്ല ഷേപ്പ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ജയൻറ്റ് ഗൗരാമികൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. ഇതുപോലെ നമ്മൾ കണ്ടെയ്നറിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര എന്താ പറയുക സൈലൻ്റ് ആണ്. അല്ലാതെ മറ്റ് മീനുകളെ പോലെ പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിക്കുന്ന ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. നമ്മൾ അടുത്തേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴോ ഒന്നും അവർ എജിറ്റേറ്റ് ആവുന്നൊന്നുമില്ല.
നമ്മൾ ലാസ്റ്റ് ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 8 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഇപ്പോൾ ഏകദേശം 9 ഇഞ്ചിനടുത്തായിട്ടുണ്ട്. കാരണം ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കണ്ടെയ്നറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ ഒരു 8 കടന്നിട്ടുണ്ട്, ഒരു 9-നടുത്തൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ. ഈ ജയൻറ്റ് ഗൗരാമികൾ വളർത്താനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വളർത്താം. അപ്പോൾ ഞാൻ തന്നെ വളർത്തിയിട്ടുള്ളത് ബക്കറ്റുകളിലും അതുപോലെ തന്നെ ടബ്ബുകളിലൊക്കെയാണ്. ചെറിയ സ്പേസാണ്, പക്ഷേ ഇവർ വല്ലാതെ അങ്ങ് മൂവ് ചെയ്യുന്ന ടൈപ്പ് മീനുകളൊന്നും അല്ലാത്തത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വളർത്താം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയാണ്. വാട്ടർ ക്വാളിറ്റി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ടബിലാണെങ്കിലും ബക്കറ്റിലാണെങ്കിലും ടാങ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഇവർക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെയധികം കുറയും. അതുപോലെ തന്നെ ബോഡി നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കുന്നത് കാണാം. അതായത് ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഇവരുടെ ബോഡി നല്ല ക്ലീൻ ആവുന്നത് കാണാം. ആൽഗയൊക്കെ വളരുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ സോൾട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ അതിലത്തെ വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളം അടിച്ച് നിറച്ച് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ സോൾട്ട് ആഡ് ചെയ്താൽ മതി. പിന്നീട് അതിനകത്ത് ആൽഗയൊക്കെ നിറഞ്ഞ് വന്ന് അതിന് ശേഷം പിന്നെ സോൾട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ആൽഗ വരാത്ത ടാങ്കുകളിലാണ്, ഫ്രഷ് വാട്ടറായിട്ട് കിടക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾട്ട് പിന്നെയും, അതായത് തുടക്കത്തിൽ മാത്രമല്ല, വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും സോൾട്ടിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആൽഗയുള്ള ടാങ്കുകളിൽ എന്തുകൊണ്ടാണ് ഞാൻ സോൾട്ട് ആഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഗയുടെ ഗ്രോത്ത്, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആൽഗയ്ക്ക് പകരം പ്ലാന്റ്സ് ആണൊക്കെ വെച്ചിരുന്നുണ്ടെങ്കിൽ, അതായത് വാട്ടർ പ്ലാന്റ്സ് പോലും പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് എല്ലാം ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ഈ സോൾട്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഈ സോൾട്ടിനുണ്ട്. ചെറിയ രീതിയിലുള്ള സോൾട്ട് കണ്ടൻ്റ് ആണെങ്കിലൊന്നും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് അധികമായിട്ടൊക്കെ നിങ്ങൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. ആൽഗ ആണെന്നുണ്ടെങ്കിലും അതിനെ ബാധിക്കും. അപ്പോൾ ആൽഗയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നാച്ചുറലായിട്ടുള്ള ഫിൽട്രേഷൻ നടക്കും. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ അങ്ങനെ സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ ഉണ്ടാവാറുണ്ട് നാച്ചുറലായിട്ട് തന്നെ. അതേസമയം ഇതൊന്നും ഇല്ലാതെ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വേസ്റ്റൊക്കെ വരുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കലങ്ങി വരുന്നത് കാണാം. അപ്പോൾ ആ സമയത്ത് അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള വെള്ളത്തിൽ തീർച്ചയായിട്ടും നമ്മൾ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് സമയത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു ജയൻറ്റ് ഗൗരാമിയെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇതിനെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്ര നാളും ബക്കറ്റിലാണ് കിടന്നത്. ബക്കറ്റിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു സൈസായി 6-7 മാസം കൊണ്ട് ഏകദേശം 8 ഇഞ്ച് 9 ഇഞ്ച് ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ സൈസ് അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ കിടന്ന് അത്യാവശ്യം നല്ല സൈസിലേക്ക് തന്നെ ആവാനായിട്ട് പറ്റും. ടാങ്കിൽ നല്ല രീതിയിൽ ഗ്ലെയർ അടിക്കുന്നുണ്ട്, ആ ഒരു സൈഡിൽ നിന്ന് സൺലൈറ്റ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ആൾ വരുന്നുണ്ട് പതുക്കെ മുകളിലേക്ക്. ഇപ്പോൾ ബബിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഓൾറെഡി എയറേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു മറ്റേ വിഡോ ടെട്രകൾക്കും ടൈഗർ ബാർബുകൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. ഗൗരാമികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ജയൻറ്റ് ഗൗരാമികൾക്ക്. എങ്കിലും നമ്മൾ ആ ഒരു എയറേഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മൾ വർക്ക് ചെയ്യിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ജയൻറ്റ് ഗൗരാമികളിൽ ഒരെണ്ണത്തിനെ നമ്മൾ പുതിയ ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജയൻറ്റ് ഗൗരാമിയെ പുതിയ ടാങ്കിലേക്ക് മാറ്റാനുള്ള പണി നോക്കാം. നമ്മുടെ രണ്ടാമത്തെ വലിയ ജയൻറ്റ് ഗൗരാമി കിടക്കുന്നത് ഈ 4ാമത്തെ ബക്കറ്റിലാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിലത്തെ ഗൗരാമീനെ പിടിക്കാനായിട്ട് നോക്കാം. കാരണം ലൈറ്റ് കുറഞ്ഞു തുടങ്ങി. ലൈറ്റ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർപോർച്ചിൻ്റെ അവിടെയുള്ള ആ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ലൈറ്റ് വല്ലാതെ കുറയും. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ജയൻറ്റ് ഗൗരാമിയെ പിടിച്ച് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വലിയ ജയൻറ്റ് ഗൗരാമി ബക്കറ്റിൽ കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നമ്മുടെ കാർപോർച്ചിലുള്ള ബ്ലാക്ക് ഗോസ്റ്റിൻ്റെ നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ എംപ്റ്റി ആയി കിടക്കുകയാണ് ആ ഒരു ടാങ്കിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് പോണത്. ആ ഒരു ടാങ്ക് നമ്മൾ മുമ്പ് വേറെ ആവശ്യം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ മീനുകളെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെയാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഇതാണ് നല്ല ഓപ്ഷൻ എന്നുള്ള കാര്യം. കാരണം ഇത് ഓൾറെഡി ഈ ബക്കറ്റിൽ കിടന്നിട്ട് അത്യാവശ്യം വലിയ സൈസായി. ഇനി നമ്മൾ ഈ ജയൻറ്റ് ഗൗരാമിയെ ബക്കറ്റിൽ തന്നെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ വലിയൊരു സ്പേസ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ മറ്റ് ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെ അല്ലെങ്കിൽ ചെറിയ വേറെയുള്ള ഗൗരാമിയെ അതുപോലെയുള്ള മീനുകളെയൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടാങ്ക് ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നി എമർജൻസി ആയിട്ട് നമുക്ക്
ഈ ജൈൻറ്റ് ഗൗരാമികൾ അതിലേക്ക് മാറ്റാമെന്നാണ് തോന്നിയത്. ഇതിനെ പിടിച്ച നേരത്ത് ഇതിൻ്റെ ചെതുമ്പലിന് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അപ്പുറത്തെ സൈഡിൽ ചെതുമ്പൽ കുറച്ച് പോയിട്ടുണ്ട്. അതാണ് ഈ ഒരു ജൈൻറ്റ് ഗൗരാമി നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നല്ല രീതിയിൽ പടയ്ക്കുന്ന ഒരു മീനാണ്. അപ്പോൾ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പിടിക്കാൻ. ഇതാണ് നമ്മുടെ ഗോസ്റ്റിൻ്റെ ടാങ്ക്. ഇതിനകത്താണ് നമ്മുടെ ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷിനെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളത് സെറ്റ് ചെയ്തപ്പോൾ തന്നെയാണ് ഈ ഒരു ചെറിയ ടാങ്കും സെറ്റ് ചെയ്തത്. ഈ ചെറിയ ടാങ്കിലേക്കാണ് നമ്മൾ ഈ ഒരു നമ്മുടെ രണ്ടാമത്തെ ജൈൻറ്റ് ഗൗരാമിയെ ഇറക്കി വിടാനായിട്ട് പോണത്. ഇതിനകത്ത് നമ്മൾ സോൾട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് ഇട്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ കുറച്ച് സോൾട്ട് മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എയറേഷനും കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ഈ ഒരു എയറേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ടാങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എയറേഷനും സോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം നല്ല കണ്ടീഷനായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിനെ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ്. ജൈൻറ്റ് ഗൗരാമികൾ പൊതുവേ ഏതൊരു ആംബിയൻസിലേക്ക്, അത് പുതിയ ആംബിയൻസ് ആണെങ്കിലും നമ്മൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ടാലും അവർ ആ ഒരു ടാങ്കുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് അധികം സമയമൊന്നും എടുക്കാറില്ല. പെട്ടെന്ന് തന്നെ അവർ അഡാപ്റ്റ് ആവാറുണ്ട്. അതുപോലെ തന്നെ ഫുഡ് എടുക്കാനൊന്നും അങ്ങനെ പ്രശ്നമൊന്നും കാണിക്കാറില്ല. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ വന്ന് കഴിക്കും. ഇതിപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഫീഡ് ചെയ്യുന്നില്ല, നാളെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഇവർ അത്യാവശ്യം ടാങ്കിൽ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നാളെ ഫീഡ് ചെയ്യുമ്പോൾ അവർ തീർച്ചയായും എടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണ് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈവൻ പെറ്റ് ഷോപ്പിൽ നിന്ന് വരെ ഇവരെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ ഒരു കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ അവർ വന്ന് കഴിക്കാറുണ്ട്. അല്ലാതെ ഒരു പെല്ലറ്റ് പോലും വേസ്റ്റായിട്ട് കളയാറില്ല. ബാക്കി മീനുകൾക്കൊക്കെ ആ ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് മീനുകളെ വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ആദ്യത്തെ ചിലപ്പോൾ 1-2 ദിവസമൊന്നും അവർ ഫുഡ് ശരിക്കും കഴിക്കില്ല. പക്ഷേ ജൈൻറ്റ് ഗൗരാമികൾ, അത് ആൽബിനോ ആണെങ്കിൽ പോലും, നമ്മൾ ആൽബിനോയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽബിനോ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ബക്കറ്റിൽ കിടന്നിരുന്നത് ആൽബിനോ ആണ്. ആൽബിനോ ആണെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവന്ന് ഫ്രഷ് വെള്ളം നിറച്ച് കണ്ടെയ്നറിലിട്ട് നമ്മൾ ഫീഡ് കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ വന്ന് പുള്ളിക്കാരൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ്. അതെല്ലാ ഗൗരാമികളും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഗൗരാമി പോലും ഫുഡ് എടുക്കാതിരുന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമിയെയും പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു മാറ്റിയ ബക്കറ്റ്, 2 ജൈൻറ്റ് ഗൗരാമി എടുത്തു മാറ്റിയ ബക്കറ്റിൽ നമ്മൾ ഫ്രഷ് വെള്ളം, പഴയ വെള്ളം കളഞ്ഞ് ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള മറ്റ് ജൈൻറ്റ് ഗൗരാമികളെ തന്നെയാണ്. അതായത് നമ്മുടെ 2 ആൽബിനോകളിൽ ഒരെണ്ണം ടബിലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ബക്കറ്റിലേക്ക് നമ്മുടെ കയ്യിൽ 4 ചെറിയ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികളുണ്ട്. അതിലൊരെണ്ണത്തിനെയാണ് നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വരും വീഡിയോകളിൽ കാണിക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.